ആദ്യ IPL മത്സരത്തിൽ തന്നെ മിന്നും പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് വിഘ്നേഷ് പുത്തൂർ. മലപ്പുറക്കാരനാണ്, പെരിന്തൽമണ്ണക്കാരനാണ്. മലപ്പുറത്ത് നിന്ന് ഈ വാർത്ത പറയുമ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. എന്തായാലും എല്ലാവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവില്ലേ? ഈ വിഘ്നേഷിൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റാണ് വിഘ്നേഷിൻ്റെ അയൽവാസിയായ ഷെരീഫ് എന്ന് പറയുന്നത്. ഷെരീഫ് പങ്കെടുത്ത ക്യാമ്പിൽ നിന്നും കിട്ടിയ ആ ഒരു ഇൻഫർമേഷൻ എല്ലാം വെച്ച് നമ്മുടെ വിഘ്നേഷിനെ ഒന്ന് ക്ലീൻ ഒബ്സർവ് ചെയ്തപ്പോൾ ഇതെല്ലാ കഴിവുകളും ഒത്തിണങ്ങിയ ഒരാളാണ് വിഘ്നേഷ് എന്ന് ഷെരീഫിന് മനസ്സിലാക്കാൻ പറ്റി. കാരണം ചൈനാമൻ ബോളൊക്കെ എറിയാൻ ചിലതെല്ലാം നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രം നേടിയെടുക്കുന്ന കാര്യമാണ്. പക്ഷെ ഇതെല്ലാം ജന്മസിദ്ധമായി വിഘ്നേഷിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഈ ഉയരങ്ങളുടെ പടവുകൾ കയറ്റി വിട്ടത് അയൽക്കാരനായ ഷെരീഫാണ്. വിഘ്നേഷിൻ്റെ കഴിവും ഷെരീഫിൻ്റെ സ്നേഹവും ഒത്തിണങ്ങിയപ്പോൾ വിഘ്നേഷ് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റി. രാജ്യമറിയുന്ന, ലോകമറിയുന്ന വലിയൊരു താരമായി മാറിയിരിക്കുകയാണ് വിഘ്നേഷ്. എന്തായാലും ആ അയൽവാസിയുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. നാട്ടിലെ ചേട്ടൻ ഷെരീഫ് എന്നിട്ട് ആൾ കാരണമാണ് ക്രിക്കറ്റ് തുടങ്ങിയത്. ആളെ പറഞ്ഞതുപോലെ എറണാകുണ്ടാവുന്നു. അപ്പോൾ തുടങ്ങുന്ന ടൈമിൽ അറിയുന്നില്ല, അത് ചൈനമേനെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്തിരുന്നു, ഒരു ക്യാമ്പിൽ പോയിരുന്നു. അപ്പോൾ വിജയൻ സാറിൻ്റെ ഒരു ക്യാമ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ കളി സീരിയസ് ആയിട്ട് പഠിച്ചിരുന്ന ഒരു സമയത്ത്, അതായത് കൃത്യമായ ശൈലികളും കറ്റൊക്കെ പഠിച്ചിരുന്ന ഒരു സമയത്ത് ഞാൻ നാട്ടിലും ഇതുപോലെ ചെക്കന്മാരുടെ കൂടെ, കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ കളിക്കുമായിരുന്നു. അപ്പോൾ ഇവനവിടെ വരുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ഇവൻ്റെ ഗെയിം എന്ന് വെച്ചാൽ നമ്മൾ ടെക്നിക്കലി പഠിച്ചെടുക്കുന്ന സാധനം ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി ഒരു ഫ്രണ്ടിലൊരു ബോൾ വന്നാൽ അത് ഫ്രണ്ട് ഫുട്ടിൽ തന്നെ, ബാക്കിലൊരു ബോൾ വന്നാൽ അത് വലതുകാലം ബാക്കിലോട്ട് വെച്ച് നമ്മളെങ്ങനെയാണോ പഠിച്ചത് അത് ഇവൻ്റെ ആരും പഠിപ്പിക്കാതെ നാച്ചുറൽ ഗെയിം അവനിലുണ്ട്. അപ്പോൾ ഞാൻ ഇവനായിട്ട് പരിചയപ്പെട്ടു, അടുത്തു. അങ്ങനെ ഞാൻ വിജയൻ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, നല്ല ടാലൻറ്റഡ് ആണ്, വീട്ടിലൊക്കെ സംസാരിച്ചാലേ നമുക്ക് ചിലപ്പോൾ നല്ലൊരു കുട്ടിയായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അച്ഛനോടും ഇവരോടൊക്കെ സംസാരിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവനെ പതിയെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. അവസരങ്ങൾ കിട്ടി, അതുകൂടി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു തലത്തിലേക്ക് വിഘ്നേഷിന് ഉയരാൻ കഴിയുമല്ലോ. താങ്കൾക്കറിയാം ക്രിക്കറ്റിനെ കുറിച്ച്, അതുകൊണ്ടാണ് ചോദിച്ചത്. അതെ, തീർച്ചയായും. അവന് IPL എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് ഇന്ത്യൻ ടീമിൻ്റെ പ്രത്യേകിച്ച് മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാമ്പിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ബെനഫിറ്റ് അവനക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. എന്തായാലും ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുണ്ട്. ഇന്ത്യയുടെ അഭിമാനമായി മാറാൻ വിഘ്നേഷിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക് ആൻഡ് ഗോഡ് ബ്ലസ് യു.